പാമ്പുകളെ കൂടാതെ 41 ഇനത്തിൽപ്പെട്ട പക്ഷികളും ഈ ദ്വീപിലുണ്ടെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത്. ഈ ജൈവ വൈവിധ്യം കൊണ്ട് ബ്രസീൽ ഗവൺമെന്റ് ദ്വീപിനെ ഒരു സംരക്ഷണ പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ ദ്വീപിലേക്ക് പ്രവേശനം അനുവദനീയമല്ല. ബ്രസീലിയൻ നേവി അംഗങ്ങൾക്കും തിരഞ്ഞെടുത്ത ചില ഗവേഷകർക്കും മാത്രമേ ഈ ദ്വീപിലേക്ക് പ്രവേശനമുള്ളൂ. അതും വലിയ സുരക്ഷാ മുൻകരുതലുകളോടെ സർട്ടിഫൈഡ് ഡോക്ടർമാരടങ്ങുന്ന സംഘത്തോടൊപ്പം ആയിരിക്കണം ദ്വീപിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഗവൺമെന്റ് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട്. 1909 ഏതാനും ദിവസങ്ങൾ മാത്രം ഈ ദ്വീപിൽ മനുഷ്യവാസം ഉണ്ടായിരുന്നു. പരിചിതമല്ലാത്ത കപ്പലുകൾ ഈ ദ്വീപിനടുത്തേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ദ്വീപിൽ സ്ഥാപിച്ച ലൈറ്റ് ടവറിലെ ജീവനക്കാരായിരുന്നു അവർ. എന്നാൽ ദ്വീപിലെ ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഇവരെ സ്വപ്നത്തിൽ പോലും ശല്യം ചെയ്യാൻ തുടങ്ങിയതോടെ ഉറക്കം പോലും ഇല്ലാതായ ഈ തൊഴിലാളികൾ ഗവൺമെന്റിനോട് അപേക്ഷിച്ച് ഇവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. പിന്നീട് കാലക്രമേണ ഈ ലൈറ്റ് ടവർ ബ്രസീലിയൻ ഗവൺമെന്റ് യാന്ത്രികമായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിയതോടെ പൂർണ്ണമായും ജനവാസമില്ലാത്ത ദ്വീപായി സ്നേക്ക് ഐലൻഡ് മാറി.